ഹലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പോരാ വിചാരിച്ചു. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടുകാരും കൂടിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്ന സിറ്റുവേഷൻ ആണ്. അതെ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു അച്ഛനും അമ്മയും വന്ന് പോയി. പക്ഷെ മിസ്സായി പോയി. ഞങ്ങൾ സാധാരണ നേരത്തെ ഇറങ്ങാൻ നോക്കിയതാണ്. പക്ഷെ ഹലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പോരാ വിചാരിച്ചു. രാവിലെ തന്നെ ഭയങ്കര ഭക്തിയും കാര്യമൊക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇന്നലെ ലാലു നാട്ടിലേക്ക് എത്തിയാൽ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് ഇങ്ങനെ ഒന്ന് പോയിട്ട് വരാന്ന്. നമ്മളിപ്പോൾ പോയിട്ടിപ്പോൾ കുറച്ചായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ആപ്പാടെ 2-3 തവണത്തെ പോയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരം പോകണം. സ്ഥിരമല്ല, പറ്റണ എല്ലാ ഞായറാഴ്ചയും പോയി വരുന്നതാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും പോവാം. എവിടെ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടുത്തുള്ള അമ്പലമാണ് മൊറയൂര് ശിവക്ഷേത്രം. പിന്നെ കൂടെ ഉള്ളത് ഇതാ ലാലുണ്ട്, മിന്നുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പോകണുള്ളൂ. അമ്മേനെയും ചെറിയമ്മേനൊക്കെ വിളിച്ചു, പക്ഷെ ആരും പോരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം ഞങ്ങൾ മാത്രം പോയി പോരാ വിചാരിച്ചു. പിന്നെ കുറച്ച് വഴിപാടും കാര്യങ്ങളും അതൊക്കെ ചെയ്യാനുണ്ട്. കുറേ ആയില്ലേ പോയിട്ടേ. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി എന്താ പറയാ എല്ലാം പറഞ്ഞ് ചെയ്ത് പോരാന്ന് വിചാരിച്ചു. അപ്പൊ ബാക്കി വീഡിയോയിലേക്ക് കിടക്കും. ഞങ്ങളിപ്പോൾ പോകുന്നതാ അമ്പലത്തേക്ക് എത്താനായി തുടങ്ങി. ഇതാ അത്ര ദൂരമൊന്നുമില്ല. ഇവിടെ നിന്നാണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നാണെങ്കിലും ഇതാ ഏകദേശം ഒരേ സെയിം ഡിസ്റ്റൻസ് വരുന്ന ഒരു അമ്പലം തന്നെയാണിത്. അവിടെ വീട്ടിലെ ടൈമിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സൺഡേസും ക്ലാസ് ഇല്ലാത്തപ്പോൾ അതേപോലെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ടൈമിലൊക്കെ വരലുണ്ട് ഞാൻ. ഇവിടെ ആണെങ്കിൽ വന്നതിന് ശേഷം ഇപ്പോൾ 1-2 തവണയിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. കുറേ അതായതൊരു 6-7 മാസത്തിന് ശേഷം ഇപ്പോൾ വരികയാണ് ഇപ്പോൾ അമ്പലത്തേക്ക്. ഇപ്പോൾ സൺഡേ കൂടെയാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണിത്. ഇത് നേരെ കയറി ചെന്ന് ഫസ്റ്റ് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് ഷീട്ടാക്കി എടുക്കുക. എല്ലാ തവണയും പോകുമ്പോൾ ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് പുഷ്പാഞ്ജലിയും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളതിനും. പിന്നെ കുറേ കാലത്തിന് ശേഷം അമ്പലത്തേക്ക് വന്നപ്പോൾ പരിചയമുള്ള കുറേ പേരൊക്കെ കണ്ടു. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡാണ്. വിഷ്ണുദേവൻ്റെ ഇതാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ മുട്ട ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ മുട്ട ഇറത്ത് കിട്ടി. അപ്പം സാധനം കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറൽ നടക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോയതേനു ലാലു. ബാക്കി എല്ലാ ഭാഗവും കൂടെ കാണാം. ഉള്ളിൽ കയറിയാൽ ഫോൺ എടുക്കൽ നടക്കില്ല. അപ്പം പുറത്തു കൂടെ ഉള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണാം. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഇത് മറ്റേ സൈഡ് അവിടെയാണ് ശാസ്താവ് ബ്രഹ്മാവിൻ്റെ ഇത് തന്നെ. നേരെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഉള്ളിലേക്ക് ഫോൺ ഏതായാലും കൊണ്ടുപോകണില്ല. കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കാണുക. ഉള്ളിലേക്ക് കയറി എല്ലാം തൊഴുത് വഴിപാട് വെച്ചതിൻ്റെ ഷീട്ടൊക്കെ കെട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് നേരെ ഫ്രണ്ടിലുള്ള ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ആൽമരം കാര്യമായിട്ട് നൈറ്റ് വരുമ്പോഴാണ് ഇവിടെ വേറൊരു വൈബാണ് ഇവിടെ. സൺഡേ ഞാൻ പറഞ്ഞല്ലേ, സൺഡേ കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടെന്ന്. പിന്നെ വന്ന കൂട്ടത്തിൽ പ്രതീക്ഷിതമായിട്ട്, അതായത് സാധാരണ വരുമ്പോൾ ഒന്നും കാണലില്ല. പക്ഷെ ഇപ്രാവശ്യം ഏട്ടനൊന്ന് കണ്ടു. ഒന്ന് പോയി സംസാരിച്ചു നോക്കാൻ കരുതി. എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അറിയില്ല, എന്നാലും പോയി സംസാരിച്ചു നോക്കാം. ഇപ്പോൾ ഏട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വരുന്നത്. വണ്ടി എടുത്ത് പോട്ടെ, ബാക്കിൽ വണ്ടി വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആരെങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം ഇനി പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കരുതി. ഓക്കെ. കുടുംബത്തിൽ വേറെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, വീട്ടിലല്ലേ ഉള്ളൂ പ്രശ്നം. ഇതിപ്പോ തെരഞ്ഞ് ഒരു കട പോലും കാണല്ലോ. ചായ കുടിക്കാൻ നോൺ വെജിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. നോൺ വേണ്ട ഈ സമയത്ത്